മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാണ്? കഥാപാത്ര നിരൂപണങ്ങളാണ്. മലയാളത്തിൽ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഉറപ്പുള്ള ചോദ്യമാണ് കഥാപാത്ര നിരൂപണങ്ങൾ. അപ്പോൾ മലയാള സെക്കൻഡ് നമുക്ക് എത്ര കഥാപാത്രങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. 3 മാർക്കിനും 5 മാർക്കിനും 7 മാർക്കിനും നമുക്ക് കഥാപാത്ര നിരൂപണങ്ങൾ ചോദിക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ഓരോ കഥാപാത്രത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇന്ന കഥാപാത്രമേ വരൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ഒരുപാട് കഥാപാത്രമുണ്ട്, അതിൽ ഏതും നമ്മളോട് ചോദിക്കാം, അല്ലെ? അപ്പൊ ഇന്നതേ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സൈലം എങ്ങനെ പഠിക്കുള്ളൂ? എല്ലാം, അല്ലെ? വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഏത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? സൈലത്തിന്റെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ അത് തന്നെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, എത്രയാണ് കഥാപാത്ര നിരൂപണത്തിന് നമ്മൾ എഴുതേണ്ടത്? എത്ര പേജ്, അല്ലെ? ഒരു പുറത്തിലാണ് നമ്മുടെ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. എന്തൊക്കെയാണ് കഥാപാത്ര നിരൂപണങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥാപാത്ര നിരൂപണം 7 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ, 7 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ കഥാപാത്രത്തിന്റെ രൂപം, വേഷം, കഥയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ കൃതിയിലുള്ള ആ കഥാപാത്രത്തിന്റെ സ്ഥാനം, മൂല്യങ്ങള്, സ്വഭാവ സവിശേഷതകൾ ഓരോന്നും വിശദമായിട്ട് എഴുതണം. മൂല്യങ്ങൾ അതേപോലെ നെഗറ്റീവ് ആയിരിക്കാൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളുണ്ട്, അല്ലെ? പാഠത്തിനുടമയെ പോലെയുള്ള കഥാപാത്രമൊക്കെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്, അല്ലെ? അതേപോലെ അവരുടെ മറ്റുള്ളവരോടുള്ള ഇടപെടല്, നമ്മൾക്ക് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതാണ് സ്വാഭിപ്രായം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ വിശദമായ രീതിയിൽ ആ കഥാപാത്രത്തെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. 3 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ 1, 2, 3 പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ എഴുതിയാൽ മതി. 7 മാർക്കിന് ചോദിക്കുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ആദ്യത്തെ കഥാപാത്ര നിരൂപണത്തിലേക്ക് പോവുകയാണ്. ആരാണ് ആദ്യത്തെ കഥാപാത്ര നിരൂപണം? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ആളെ മനസ്സിലാവുന്നുണ്ടോ? ആരാന്നറിയുമോ? എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ കണ്ടോ? നമ്മുടെ ഫിസയാണ്, അല്ലേ? മൂടൽമഞ്ഞ് പോലെ, അല്ലേ? എത്രയും ഇഷ്ടത്തോടുകൂടെ ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ചിത്രകാരിയാണ്. ചിത്രകാരി എന്ന് പറയുന്ന കഥാഭാഗത്തിലുള്ള കഥാപാത്രമാണ് ഫിസ എന്ന് പറയുന്നത്. അസാധാരണ കലാപ്രതിഭയുള്ള ചിത്രകാരിയാണ്. ചിത്രരചനയാണ് ജീവശ്വാസം പോലെ ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഷാഹിന ഇ.കെ എഴുതിയിട്ടുള്ള കഥയാണ് ചിത്രകാരി എന്ന് പറയുന്നത്. ചെറുകഥയാണ്. അതിലുള്ള കേന്ദ്ര കഥാപാത്രം, ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫിസയുടേത്. ഇങ്ങനെ എഴുതണം കേട്ടോ. ഇങ്ങനെ പോയിന്റുകൾ എഴുതി വെക്കരുത്, ഡീറ്റെയിലായിട്ട് എഴുതണം. അത് ടീച്ചർ പറഞ്ഞുതരാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെയേ കൊണ്ടുപോയി എഴുതരുത്. പോയിന്റുകൾ മനസ്സിലാക്കുക. നിങ്ങളുടേതായ ഭാഷയിലാണ് എന്ത് ചെയ്യേണ്ടത്? വിശദീകരിച്ച് എഴുതേണ്ടത്. കാരണം ഭാഷ എന്ന് പറയുന്നത് എന്താണ്? അതിന് മാർക്കുണ്ട്, അല്ലെ? അപ്പോൾ ഭാഷയാണ് നമ്മളുടെ ലാംഗ്വേജ് പരീക്ഷകളിൽ നോക്കുക, അല്ലെ? അപ്പോൾ നിങ്ങളുടേതായ ഭാഷയിൽ ലളിതമായിട്ട് അത് എഴുതണം. അപ്പോൾ എന്താ നമ്മൾ നോക്കണേ? എന്താ നോക്കുന്നത്? അനുഗ്രഹീതയായിട്ടുള്ള കലാകാരിയാണ്, അല്ലെ? അവളുടെ വീട് മുഴുവൻ അവൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. വർണ്ണങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് ആഹ്ലാദത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന കഥാപാത്രമായിരുന്നു ഫിസയുടേത് എന്നുള്ളതാണ്. യാഥാസ്ഥിതിക കുടുംബത്തിന്റെ ഇരയായി മാറിയിട്ടുള്ള കഥാപാത്രം കൂടെയാണ് ആരുടേത്? ഫിസയുടെ കഥാപാത്രം എന്ന് പറയാ, അല്ലെ? മക്കളെ നോക്കലും, അല്ലെ? കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, ചോറും കറി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ജീവിതം, അല്ലെ? അതാണ് യാഥാസ്ഥിതിക കുടുംബം എന്ന് പറയുന്നത്, അല്ലെ? അത് തുടർന്നു പോകുന്ന കാര്യങ്ങളെ അതേപോലെ തുറന്നു കൊണ്ടുപോകും. അല്ലാണ്ട് ചിത്രം വരെയും പാട്ടും ഡാൻസും, അല്ലെ? അങ്ങനെ പൊതു കാര്യങ്ങളൊക്കെ ആർക്ക് മാത്രമുള്ളതാണ്? പുരുഷന് മാത്രമുള്ളതാണ്. അവനെ സേവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എവിടെ ഉണ്ടായിരുന്നു? ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അത്തരം സമൂഹങ്ങളിലുള്ള ഒരു പ്രതിനിധി കൂടെയാണ് ആര്? നമ്മുടെ ഫിസ എന്ന് പറയുന്നത്. മൗനത്തിലൂടെയാണ്, അല്ലെ? എക്സ്ട്രീംലി സൈലന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഫിസയുടേത്. ഫിസ മൗനത്തിലൂടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഫിസയുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഫിസ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഭർത്താവിന്റെയും ഉമ്മയുടെയും ഒക്കെ കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും മുമ്പിൽ അവൾ നിശബ്ദത പാലിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിലെ, അല്ലെ, നിശബ്ദതയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നിനും അവളെ കീഴടങ്ങില്ല എന്ന് പറയുന്ന അതും ആ നിശബ്ദതയിലൂടെ തീർക്കുന്ന ഒരു പ്രതിരോധം കൂടെയാണ് കേട്ടോ. സർഗാത്മരോഗത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്കവിടെ കാണാൻ പറ്റും, അല്ലെ? അവളുടെ കീഴടങ്ങലെല്ലാം മറിച്ച് എന്താണ്? അവളുടെ സർഗാത്മക ലോകത്തെ സംരക്ഷിക്കുകയാണെന്ന് കാണാൻ പറ്റും. അടിച്ചമർത്തപ്പെട്ട, അല്ലെ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പം, അല്ലെ, തൻ്റെ ആവിഷ്കാരത്തിന് തടസ്സം നിൽക്കുന്ന യാഥാസ്ഥിതിക ചിന്താഗതികളിൽ നിന്നും കഥയുടെ അവസാനം സ്വയം മോചിതയാകുന്ന ഫിസയിലേക്കാണ് കഥ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ അവൾ നടന്ന്, അല്ലെ, നീങ്ങുന്ന, അല്ലെ, പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാഴ്ച, അല്ലെ? അപ്പൊ ഫിസയോട് ചിത്രത്തോട് ഉപമിച്ചു കഴിഞ്ഞാൽ പശ്ചാത്തലത്തിലേക്ക് അടുത്ത നിറങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കാൻ ശ്രമിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മഞ്ഞ ചായം പോലെയാണ് അവള്. എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും എന്താണ്? അവളുടെ ഉള്ളിലുള്ള തീക്കനൽ, അല്ലെ, കലാകാരിയുടെ തീക്കനൽ ഇല്ലാണ്ടാവില്ല എന്നും എന്ത് ചെയ്യുന്നു? കഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്.
അടുത്തത് ഏതാണ്? ആരുടെ കഥാപാത്രമാണ്? ഇതാരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ഫിസയുടെ മുറിയിൽ നിൽക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് ആരായിരിക്കണം? ഹാഫിസ് ആയിരിക്കണം അല്ലെ. വൃത്തികെട്ട ഒരു ഭർത്താവാണ് അല്ലെ. ഇങ്ങനത്തെ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ തീർന്ന് അല്ലെ, അതോടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നുള്ളതാണ്. പ്രായോഗിക ചിന്തകളുള്ള ഒരു വ്യക്തിയാണ്. കലയുടെ മൂല്യം തിരിച്ചറിയാത്തൊരു മുരടൻ എന്നൊന്നും പരീക്ഷയ്ക്ക് എഴുതരുത്. അങ്ങനെ ഒരു മൂശയിട്ട സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ് ആരുടേത്? നമ്മുടെ ഹാഫിസിൻ്റെത്. കലയുടെ മൂല്യം തിരിച്ചറിയാത്തവനാണ്. തനിക്കിട്ട് കഴിവില്ല, എന്നാൽ ഭാര്യയുടെ കഴിവിൽ എന്താണ് അങ്ങേയറ്റ അപകർഷതാബോധം. അയ്യോ എന്നെക്കാളും വലുതായി പോയോ, അല്ലെ ഇവൾ ആരാ എന്താ അല്ലെ, അങ്ങനെ തികച്ചും യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതിനിധിയാണ് ആരുടേത്? ഹാഫിസിൻ്റെതെന്ന് പറയാം. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി അല്ലെ, ഭർത്താവിനെ നോക്കുക ഒക്കെ അല്ലെ, കഴിയേണ്ടവളാണ് അല്ലെ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം ആ ഉമ്മ വളർത്തിയ മകനാണ് അല്ലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സാമൂഹിക ജീവിതത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. കാരണം ഉമ്മയും ഇതേ പറയുന്ന ചിന്തയിലൂടെ അല്ലെ. അപ്പോൾ ഉമ്മമാർക്ക് എന്ത് ചെയ്യാമായിരുന്നു? നല്ല വഴിയൊക്കെ അല്ലെ കാണിച്ചു കൊടുക്കാമായിരുന്നു, സ്ത്രീകളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ ആ ഉമ്മയും എങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്? കാരണം ആരൊക്കെയോ പറഞ്ഞു വെച്ച, ആരുടെയും തെറ്റല്ല, നമ്മുടെ സമൂഹം അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെ, സ്ത്രീകളായാലും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഉമ്മയോട് ആരൊക്കെയോ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഉമ്മയും അത് പിന്തുടർന്നു. ഉമ്മയെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മകനും എന്ത് ചെയ്യണു? അതാണ് കണ്ടു വളരുന്നത് അല്ലെ. അവൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു, അപ്പോൾ അയാളും എന്ത് ചെയ്യണു? അത് പിന്തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപകർഷതാബോധം അസഹിഷ്ണുതയൊക്കെ ഉള്ള സ്വഭാവമുള്ള ഒരാളാണ് അല്ലെ. ദിശ വരയ്ക്കുമ്പോൾ എന്താണ്, അസാമാന്യമായിട്ടുള്ള ചിത്രകാരിയാണ്, പ്രതിഭാശാലിയാണ്. തൻ്റെ സുഹൃത്ത് അല്ലെ ഭാര്യയെക്കുറിച്ച് പറയുന്ന സമയത്ത് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വിമ്മിട്ടമൊക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല അയാൾക്ക് അല്ലെ. അപ്പോൾ ഒരു തരത്തിലും തൻ്റെ ഭാര്യയെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത അല്ലെ, ഭയങ്കര അല്ലെ തന്നെക്കാൾ വലുതായി പോയോ എന്നൊക്കെയുള്ള ചിന്തയുള്ള ഒരു ഭർത്താവ് കൂടെയാണ് ആരുടേത്? കഥാപാത്രമാണ് ഹാഫിസിൻ്റെതെന്ന് പറയാം. അപ്പോൾ വല്ലാത്തൊരു പുകച്ചിൽ അല്ലെ, ഭാര്യ തന്നെക്കാൾ ഉയരത്തിലാണെന്നുള്ള ചിന്ത അയാൾ എന്ത് ചെയ്യുന്നു? വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. സർഗാത്മകതയെ തടയുന്ന അല്ലെ, ഒരാൾക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു കാര്യത്തെ എന്ത് നിയന്ത്രിക്കുന്ന അല്ലെ, എന്താ പറയുക, അതിനെ തടയിടുന്ന ഒരു ഭർത്താവാണ്. അവസാനം വരെയും അസ്വസ്ഥതയും ആശയക്കുഴപ്പമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് കേട്ടോ. ഒരു പണ്ടാരവും വേണ്ടാന്ന് പറഞ്ഞ അയാൾ പരിക്കനായിട്ട് വിസയുടെ അല്ലെ ചിത്രരചന അല്ലെങ്കിൽ അവളുടെ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ വിലക്കുന്നത് നമ്മൾ പാഠഭാഗത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇടുങ്ങിയ ലോകവീക്ഷണമുള്ള പണത്തിന്റെയും റബ്ബറിന്റെയും സ്വർണത്തിന്റെയും വിലക്കയറ്റവും നല്ല ഭക്ഷണം അല്ലെ, ഉറക്കം, ഇങ്ങനെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലുള്ള പുരുഷ പ്രതീകമാണ് ആരെന്ന് പറയുന്നത്? ഹാഫിസിന്റെ കഥാപാത്രം കേട്ടോ. അടുത്ത ആരാണ് നോക്കൂ നിങ്ങള്. അടുത്ത കഥാപാത്രം ആരാണ്? ഹാഫിസിന്റെ ഉമ്മയാണ് അല്ലെ. ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ, അതേ റൂമിൽ കൊടുത്തിട്ടുള്ള എന്താണ്, ക്ലിയർ ആവാനാണ് അല്ലെ. ഹാഫിസിന്റെ ഉമ്മയാണ് അടുത്ത കഥാപാത്രം എന്ന് പറയുന്നത്. പരമ്പരാഗത ചിന്താഗതികളുള്ള ഉമ്മയാണ്. വീട്ടുപടി മാത്രമാണ് സ്ത്രീയുടെ കടമ എന്നുള്ള നിലപാടാണ്. സങ്കുചിതമായ മനോഭാവം, സ്ത്രീയുടെ ലോകം അടുക്കളയിൽ ഒതുങ്ങേണ്ടതാണ് അല്ലെ. എൻ്റെ ഇത്രം വര പോലെ ഇത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല അല്ലെ. അടുപ്പത്തെ പണി എന്ന് പറഞ്ഞൊരു കടലാണ് ഫിസ എന്ന് പറയുകയാണ്. കാരണം ചോറും കറി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. സ്ത്രീകൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പ്രസവിക്കുക, ചോറും കറി ഉണ്ടാക്കുക, ഭർത്താവിനെ നോക്കുക, പ്രസവിക്കുക, ചോറും കറി ഉണ്ടാക്കുക, പ്രസവിക്കുക, ഭർത്താവിനെ നോക്കുക. അപ്പോൾ ഇത് മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു മൂല്യം അല്ലെ. അപ്പം നമ്മൾ എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മൾ എന്തിനാണ് അത് പഠിക്കുന്നത്? നമ്മൾ സമത്വമുള്ള, പരസ്പരം തിരിച്ചറിയുന്ന, ഇതൊന്നും ആരുടെയും അല്ല അല്ലെ, ഇതെല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമഭാവനയുള്ള ഒരു ലോകമൊക്കെ ഉണ്ടാവാനാണ്. നമ്മളിത് A+ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ല പഠിക്കണം അല്ലെ. അപ്പോൾ ആ അർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ സങ്കുചിത മനോഭാവമുള്ള ഒരു ഉമ്മച്ചിയാണ് അല്ലെ, ഒരു ഉമ്മയാണ് അല്ലെ, ഒരു അമ്മായി ഉമ്മയാണ് ആരെന്ന് പറയുന്നത്? ഹാഫിസിന്റെ ഉമ്മ എന്ന് പറയുന്നത്. സ്ത്രീയുടെ സർഗശേഷിയേക്കാൾ അവളുടെ പാചക അല്ലെ വൈഭവത്തിനാണ് എന്ത് ചെയ്യുന്നത്? ഉമ്മ പ്രാധാന്യം. ചിത്രം വരക്കാർക്കും വരയ്ക്കെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നിശബ്ദതയെ അല്ലെ, ഫിസയുടെ നിശബ്ദതയെ കഥയിലുടനീളം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അല്ലെ. മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാത്ത അഹങ്കാരി അല്ല, അരഗൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, തൻ്റേടിയാണ് എന്നൊക്കെയാണ് ഫിസയെ കുറിച്ച് കരുതി വെച്ചത് അല്ലെ. ഫിസ എന്താണ്, ഒന്നിനും പോവാതെ അല്ലെ, അവൾ അവളുടേതായ ലോകത്തിൽ എന്ത് ചെയ്യുന്നു? ഇടപെടാൻ വയ്യാത്തതുകൊണ്ട് ഒതുങ്ങിക്കൂടുന്ന അവളുടെ മൗനത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധരിക്കുകയാണ് ഈ ഉമ്മ അല്ലെ. പുരുഷാധിപത്യത്തിന്റെ സ്ത്രീ രൂപമായിട്ട് ആരെ കാണാൻ പറ്റുന്നു? നമുക്ക് ഈ ഒരു ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാൻ പറ്റും. ചുരുക്കത്തില് കലയുടെയും സർഗാത്മകതയുടെയും സ്ത്രീയുടെ ആത്മപ്രകാശനത്തെയും പാടേ അവഗണിക്കുന്ന, അത് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെ, പാരമ്പര്യങ്ങളുടെയും അടുക്കളയുടെയും തടവറയ്ക്കുള്ളിൽ സ്ത്രീയെ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന യാഥാസ്ഥിതിക കുടുംബ വ്യവസ്ഥതയുടെ മൂത്ത പ്രതിരൂപം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തമയായ അല്ലെ ആളെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രതീകമാണ്. ആ വ്യവസ്ഥതയുടെ പ്രതീകമാണ് ഇത് ഉമ്മ എന്ന് പറയുന്നത്. ഒരു ഉപമയിലൂടെ പറഞ്ഞാൽ ഫിസ വർണ്ണശോഭയുള്ള പക്ഷിയുടെ അല്ലെ, ഫിസ എന്ന് പറയുന്ന വർണ്ണശോഭയുള്ള പക്ഷിയുടെ ചിറകരിയാൻ വേണ്ടി അല്ലെ, അവക്ക് കൂടൊരുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? ആ ചിറകരിഞ്ഞ് അല്ലെ അവളെ എന്ത് ചെയ്യാണ്?
വിശാലമായ ആകാശത്തിലേക്ക് പറന്നു വിടാതെ ചിറകരിഞ്ഞ് കൂട്ടിൽ വേണമെങ്കിൽ കെട്ടിയും കൂടി ഇടുകയാണ്, കാല് കെട്ടിയും കൂടി ഇടുന്ന ഒരു കഥാപാത്രം. കാരണം പലപ്പോഴും സ്ത്രീകളുടെ ശാപമായി മറന്ന പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ടാണ്, ആരുടെയും കുറ്റമൊന്നുമല്ല. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, അവർ ജീവിച്ച കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കാലത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, അതൊക്കെ മാറേണ്ടത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അടുത്ത കഥാപാത്രം ആരാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ അവരെ കണ്ടിട്ട്? ആരാണ് അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രം? നമ്മുടെ ആരാണ് നമ്മുടെ ജോസ് ആണ് അല്ലെ. ജോസ് ആണ് അടുത്ത കഥാപാത്രം. നമ്മുടെ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിലെ സാറാ തോമസ് എഴുതിയ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള ഭാഗമാണ്. മാതാപിതാക്കളെ കുറിച്ച് അറിവില്ല, അനാഥനായിട്ടാണ് വളരുന്നത്. ചെറിയ പ്രായത്തിൽ ഓഫനേജിലായിരുന്നു, ലിറ്റിൽ ഫ്ലവർ ഓഫനേജിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ഫാദർ ഫ്രാൻസിസിന്റെ ഓഫനേജിലേക്ക് വരികയാണ്. ഒറ്റപ്പെടലിന്റെ വേദന, പഠിക്കണമെന്ന് അമിതമായിട്ടുള്ള ആഗ്രഹമുള്ള, വളരെ ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസിൻ്റെത്. അടുത്ത ആരാണ്? അദ്ദേഹത്തെ പരിചയമുണ്ടോ? ഫാദർ ഫ്രാൻസിസ് ആണ് അല്ലേ. അദ്ദേഹം ഒരുപാട് പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. നമുക്കെന്താണ്, സാമൂഹിക കരുണ അല്ലെ, പിതൃതുല്യമായിട്ടുള്ള പ്രത്യാശ നൽകുന്നു, വാത്സല്യപൂർണ്ണമായിട്ടുള്ള വ്യക്തിത്വമാണ്. കുട്ടികളുടെ സ്നേഹത്തോടെ അല്ലെ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ സംസാരിക്കുന്നു, ദുഃഖം മനസ്സിലാക്കുന്നു, എല്ലാവരുടെ കഷ്ടപ്പാടും ഒക്കെ മനസ്സിലാക്കാണ് അല്ലെ. ക്രിസ്തീയ വിശ്വാസം, ആത്മീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നു. പ്രാർത്ഥനയും നല്ല ജീവിതത്തിന് ആത്മീയ ചിന്തയും പ്രധാനം നൽകുകയാണ്. സാമൂഹികം അല്ലെ കരുണ അല്ലെ, സാമൂഹികമായ അല്ലെ കരുണയിലും പിതൃതുല്യമായ വാത്സല്യവും പ്രത്യാശ നൽകുന്ന വ്യക്തിത്വം, ആത്മീയ സ്വഭാവം ഒക്കെ ആരിൽ കാണാൻ പറ്റുന്നു? നമ്മുടെ ഫാദറിൽ കാണാൻ പറ്റുന്നു. പീറ്റർ അതുപോലെ ജോസിന്റെ അടുത്ത കൂട്ടുകാരനാണ്. സന്തോഷം പങ്കിടുന്ന സൗഹൃദമാണ്. ആനന്ദാശ്രുക്കളോടുകൂടെ വിജയത്തെ ആഘോഷിക്കുന്ന, തന്റെ വിജയത്തെ അല്ലെ മറ്റൊരാളുടെ വിജയത്തെ അല്ലെ സുഹൃത്തിന്റെ വിജയത്തെ തന്റെ വിജയം എന്ന പോലെ എന്താ പറയാ ആഘോഷിക്കുന്ന കഥാപാത്രമാണ്. അവസാനത്തെ ആരാണ്? ഇതാരാണ്? ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? ആരാണ്? നല്ല രസമല്ലേ. എൻ്റെ ഒരു ക്രിയേറ്റീവ് അല്ലേ സാധനത്തെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ചിത്രം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം അത് ഉപകാരപ്പെട്ടു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു കലാകാരി തന്നെ അല്ലടാ. അപ്പോൾ ആരാണിത്? ആരാ കയ്യിൽ പക്ഷികളൊക്കെ കണ്ടോ നിങ്ങൾ? വെറുതെ ഒന്നുമല്ല അദ്ദേഹം ഇരിക്കണേ അല്ലേ. നോക്കൂ. അപ്പോൾ പക്ഷിശാസ്ത്രകാരനാണിത് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള കഥാപാത്രമാണ് പക്ഷിശാസ്ത്രകാരൻ. പ്രകൃതിയോടുള്ള സ്നേഹം, പക്ഷികളും മറ്റു ജീവജാലങ്ങളും പ്രകൃതിയൊക്കെ അദ്ദേഹത്തെ അതിയായ സ്നേഹത്തോടെ സമഭാവനയോടെ കാണുന്നു. കരുണയും ദയയുള്ള സഹനശീലമുള്ള ജീവജാലങ്ങളുടെ ആദരവുള്ള പ്രകൃതിരക്ഷയുടെ സന്ദേശം നൽകുന്ന ഒരുപാട് പ്രാധാന്യമുള്ള അല്ലെ കഥാപാത്രമാണ് പക്ഷിശാസ്ത്രകാരൻ. ഇനി ആരാണിത്? ചിറക് മുറിച്ച് എറിഞ്ഞുപോയ അല്ലെ ആരാണിത്? ആരായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, ആരാണ്? പാടത്തിനുടമ എന്ന് പറയുന്ന കഥാപാത്രമാണ് അല്ലെ. സ്വാർത്ഥതയുള്ള ക്രൂരനായ സ്വർണ്ണച്ചിറക് അറുത്ത് കൂട്ടം തെറ്റി പറന്നുപോയ കിളിയാണ് കേട്ടോ. അധികാരവും എന്താ പറയുക ഈച്ചയും മാത്രം മുന്നിൽ കണ്ട് അല്ലെ അവസാന ഭാഗത്ത് ഭയവും അനുതാപവും ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചു വരുന്ന കഥാപാത്രം കൂടെയാണ്. ആരുടെ കഥാപാത്രം? നമ്മളുടെ പാടത്തിനുടമ. അല്ലെങ്കിൽ പാടമൊക്കെ കൊണ്ടവിടെ അല്ലെങ്കിൽ കൂട്ടം തെറ്റി പോയ പക്ഷി, അതാണ് സ്വർണ്ണച്ചിറകാണ് കേട്ടോ. അരിഞ്ഞ സ്വർണ്ണച്ചിറകാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടെയാണ്. പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മെഗാ മാരത്തോൺ ലൈവുകളിൽ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.